മോളിവുഡ് ടൈംസ് കണ്ടു. എനിക്ക് പടം വർക്കായി. എനിക്ക് തോന്നുന്നു 80s 90s കിഡ്സിനായിരിക്കും ഈ പടം കുറച്ചുകൂടെ നന്നായിട്ട് വർക്കാവുക. അവർ മാത്രം അനുഭവിച്ചിട്ടുള്ള കുറെ നൊസ്റ്റാൾജി കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള കുറെ നല്ല റെഫറൻസുകളൊക്കെ ഈ സിനിമയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതൊക്കെ നല്ല രസമുണ്ടായിരുന്നു. അതുപോലെ സിനിമയെ ഇഷ്ടപ്പെടുന്നവർക്ക്, സിനിമാ മേഖലയിൽ എത്തപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയായിരിക്കും. ഫിലിം ഫീൽഡിലെ ഡാർക്ക് റിയാലിറ്റിയുടെ ഒരു നേർക്കാഴ്ച കൂടിയാണ് ഈ സിനിമ എന്ന് പറയാം. ഈ സിനിമയ്ക്കുള്ളിലെ സിനിമ അത് പറഞ്ഞു ഫലിപ്പിക്കുക, സാധാരണക്കാർക്ക് അത് റിലേറ്റബിൾ ആയിട്ട് ഒരുക്കുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഇതില് അതിനോടൊപ്പം തന്നെ ഡാർക്ക് കോമഡിയും കൂടി ബ്ലെൻഡ് ചെയ്തിരിക്കുകയാണ്. അത് രസം ഉണ്ടായിരുന്നു കേട്ടോ. ഈ പാരകളൊക്കെ ആണെങ്കിൽ എല്ലാ ഫീൽഡിലും ഉണ്ടെങ്കിലും ചലച്ചിത്ര രംഗത്ത് അത് കുറച്ച് കൂടുതലായിരിക്കും, പീക്ക് ആയിരിക്കും എന്ന് തന്നെ പറയാം. അവിടെ നമ്മൾ എത്ര മാനിഫെസ്റ്റേഷൻ ഒക്കെ നടത്തിയാലും ഫലം കൊള്ളണമെന്നൊന്നുമില്ല. സോ കഷ്ടപ്പെടുക, വിജയം കൈവരിക്കും എന്നതിൽ പൂർണ്ണമായിട്ടും വിശ്വസിക്കരുത്. യാഥാർത്ഥ്യങ്ങൾ പലപ്പോഴും അസുഖകരമായിരിക്കും എന്ന് സിനിമ പറയുന്നുണ്ട്. നായകൻ വിനീത് മാധവനായിട്ട് നസ്ലിൻ നല്ല കിടിലം പെർഫോമൻസ് ആയിരുന്നു. എനിക്ക് പേഴ്സണലി വളരെയധികം റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ ആയിരുന്നു അത്. പലപ്പോഴും നിഷ്കളങ്കനായിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. പെട്ടെന്ന് ആൾക്കാരെ വിശ്വസിക്കുന്ന ഒരാളാണ്. അയാള് പല മണ്ടത്തരങ്ങളിൽ നിന്നും ഓവർ നന്മമര ചിന്തകളിൽ നിന്നും ഒക്കെ പഠിച്ച് കയറി വരികയാണ്. ഒരു ബ്രില്യന്റ് റൈറ്ററും ഫിലിം മേക്കറും ഒക്കെ ആയ ഒരു കഥാപാത്രമാണ്. എന്നാൽ ഉള്ളിൽ ഒരു കുട്ടിത്തം സൂക്ഷിക്കുന്ന ഒരു കഥാപാത്രമാണ്. ഇതെല്ലാം കൺവിൻസിംഗ് ആയിട്ട് തന്നെ അവതരിപ്പിക്കാൻ നസ്ലിന്റെ ആ ഒരു നിഷ്കളങ്ക മുഖം പെർഫെക്റ്റ് മാച്ച് ആയിരുന്നു. കിടുവായിട്ട് ചെയ്തിട്ടുണ്ട്. വേറെയും രസകരമായിട്ടുള്ള കഥാപാത്രങ്ങളുണ്ട്. എല്ലാവരുടെയും നല്ല പെർഫോമൻസും ഉണ്ട്. ടെക്നിക്കലിയും മികച്ച സിനിമ തന്നെയാണ്. പടം പിന്നെ കുറച്ച് ലെങ്തി ആണ്. അതിടയ്ക്ക് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സംഗതി ഡാർക്ക് ആയതുകൊണ്ട് എല്ലാവരുടെയും കപ്പ് ചായ ആണെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ എനിക്ക് പറ്റിയ ചായ ആയിരുന്നു.